നിലമ്പൂരിന്റെ ഈ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന ഘടകങ്ങൾ പലതാണ്. ഇന്നത്തെ ഒരു പകൽ ദിനം നമുക്ക് പരിശോധിക്കുമ്പോൾ 3 പ്രധാന വിഷയങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം, അത് ഉയർത്തുന്ന രാഷ്ട്രീയ ചിന്തകൾ, ചർച്ചകൾ നിലമ്പൂരിൽ നിർണായകമാണ്. ഇടതുമുന്നണി UDFനെതിരെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിന് രാഷ്ട്രീയ മറുപടി നൽകുന്നതിനൊപ്പം UDF കേന്ദ്രങ്ങൾ മറ്റൊരു സാധ്യതയായി കൂടി അതിനെ ഏറ്റെടുക്കുകയാണ്. അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്തു മറുപടി പറയും എന്ന ചോദ്യമാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് വന്നു, പക്ഷേ മറുപടി പറഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പശ്ചിമേഷ്യൻ രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ ഒരു അന്തർദേശീയ വിഷയം ഇത്ര വലിയ ചർച്ചയായി കേരളത്തിന്റെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ അതും ഒരു പ്രധാനപ്പെട്ട തുരുത്തായി മാറുകയാണ് മുന്നണികൾക്ക്. ഒപ്പം പതിവ് പോലെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള അടിസ്ഥാന ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്കും നിലമ്പൂരെ വോട്ടർമാരെ ഏറെ സ്വാധീനിക്കാനുണ്ട്. അതും അവസാന ലാപ്പിൽ പയറ്റുകയാണ്. ആരാണ് മുന്നിൽ, ആരാണ് സാഹചര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എനിക്കൊപ്പം അരുണുണ്ട്, അനുമോദുണ്ട്. ഇവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ്. അരുണ്, ഇന്നത്തെ ഒരു പകൽ ദിനം പതിവ് പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം ഇടതുമുന്നണി ഉന്നയിക്കുമ്പോൾ മറുപടി പറയാൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നടത്തുന്ന തയ്യാറെടുപ്പാണ്. ഇന്ന് ദേശീയ നേതൃത്വം എന്തു മറുപടി പറയും എന്ന് കരുതിക്കൊണ്ടാണ് ബോധപൂർവമായി MV ഗോവിന്ദനും ഒപ്പം മുഖ്യമന്ത്രിയും ഈ വിഷയം വീണ്ടും ഉന്നയിച്ചത്. പ്രിയങ്ക ഗാന്ധി മറുപടി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പിണറായി വിജയൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഉന്നയിച്ച ഈ പ്രസംഗത്തിൽ തുടക്കം തന്നെ ഒരുപക്ഷെ ആദ്യത്തെ പൊതുയോഗത്തിൽ തുടക്കം തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. പിന്നീട് എല്ലാ 7 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. 7 യോഗങ്ങളിലും ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം, പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് മുഖ്യമന്ത്രി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ലീഗിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള CPM സമീപനം? പല വിമർശനങ്ങളും വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി നേരത്തെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി 2009-11 ചർച്ച നടത്തിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. പക്ഷെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അത്തരത്തിലുള്ള വിഘടനവാദ ശക്തികളുടെ, വർഗീയ ശക്തിയുടെ ഒരു വോട്ടും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ആരോപണം ഉന്നയിച്ചത്. MV ഗോവിന്ദനാകട്ടെ പ്രിയങ്ക ഗാന്ധി മറുപടി പറയണം. കാരണം പ്രിയങ്ക ഗാന്ധിയാണ് UDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ. അവർ തന്നെയാണ് UDFന്റെ പ്രചരണത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരു സാന്നിധ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മറുപടി പറയണം. ദേശീയ നേതൃത്വം ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് CPM തിരിച്ചറിയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ലോകവ്യാപകമായി ഒരേ മുഖവും ഒരേ ആശയവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മറുപടി പറയണം. പ്രിയങ്ക ഗോവിന്ദന് മറുപടി പറയില്ല എന്ന് സതീശൻ പറയുമ്പോൾ സതീശൻ പറയണ്ട. സതീശൻ ജമാഅത്തെ ഇസ്ലാം വെള്ളപൂശുന്നു, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച സംഘടനയാണെന്ന് സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിന് നിലപാട് പറയേണ്ടത് പ്രിയങ്ക ഗാന്ധി എന്ന് MV ഗോവിന്ദനും പലതവണ ഇന്ന് ഉച്ചയ്ക്ക് കൂടി ആ നിലപാട് അദ്ദേഹം പ്രിയങ്കയോട് മറുപടി പറയാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് അനുമോദാണല്ലോ പ്രിയങ്കയുടെ റോഡ് ഷോ അടക്കം റിപ്പോർട്ട് ചെയ്ത വ്യക്തി. ഈ പ്രിയങ്കയുടെ സംസാരത്തിൽ എപ്പോഴെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം കടന്നു വരുമോ എന്ന സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ പൊതുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അവർ അത് പരാമർശിച്ചിട്ട് പോലുമില്ല. അങ്ങനെയല്ലേ? ഏതെങ്കിലും സൂചനകൾ ആ സംസാരത്തിലുണ്ടായിരുന്നു? പ്രിയങ്കയുടെ പ്രസംഗം വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ഇവിടെ KC വേണുഗോപാല് കൺവെൻഷന് നടത്തിയ പ്രസംഗത്തിന്റെ അതേ പകർപ്പ്, അന്ന് അദ്ദേഹം ഉന്നയിച്ച അതേ കാര്യങ്ങൾ കുറച്ചുകൂടി ചുരുക്കി പ്രിയങ്ക പറഞ്ഞതാണ്. അതില് അവർ പെൻഷന്റെ കാര്യം പറയുന്നുണ്ട്. പെൻഷൻ രാഷ്ട്രീയമാകരുത് എന്നാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊരു ആരോപണം. അത് പ്രിയങ്ക ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ എനിക്കറിയേണ്ടത് ഈ വിഷയത്തിന്റെ അരികു പറ്റി പോലും പ്രിയങ്ക സഞ്ചരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പ്രിയങ്കയുടെ പ്രസംഗത്തിൽ ഈ 15 മിനിറ്റ് ആയിരുന്നു പ്രസംഗത്തിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. ഒരു കൂട്ടുകെട്ടിനെ പറ്റി പോലും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നീക്കങ്ങളെ പറ്റിയും പറഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള UDFന്റെ അജണ്ട മാത്രം മുൻനിർത്തിയുള്ള പ്രസംഗമാണ് പ്രിയങ്ക നടത്തിയത്. അതിൽ ഈ വിവാദ വിഷയങ്ങൾ ഒന്നും വന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ, സർക്കാരിനെ എതിരെ UDF ഇത്രയും ദിവസം പറയുന്ന കാര്യങ്ങൾ അത് പ്രിയങ്ക കൃത്യമായിട്ട് ആവർത്തിക്കുക മാത്രമാണ് പ്രിയങ്ക ചെയ്തിട്ടുള്ളത്. അതാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ഇടതുപക്ഷം ഉയർത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഈ രാഷ്ട്രീയ തന്ത്രം വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം UDF മറുതന്ത്രം ഉയർത്തുന്നത് 2010 വരെ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ ഇഷ്ടക്കാരായിരുന്നില്ല എന്ന മറു ചോദ്യമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ കുഴയ്ക്കുന്ന ആ ചോദ്യവും നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടും കൊടുത്തും നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളും പ്രതികരണങ്ങളും ഒന്ന് വേഗത്തിൽ കണ്ടുവരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല, UDFന് തൽക്കാല ആവശ്യം 4 വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് നോക്കലാണ്. അത്രമാത്രം പാപ്പരായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു.
അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാ വോട്ടും പവിത്രമാണ്. അത് എങ്ങനെയും സമ്പാദിക്കാം. അവിടെ ആരോടും അകൽച്ച വേണ്ടതില്ല. വിഘടനവാദികളായാലും കടുത്ത വർഗീയ ശക്തികളായാലും അവരുടെ എല്ലാം വോട്ട് നൽകാലം പോരട്ടെ. അതിനുതകുന്ന സമീപനം പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി MP അഖിലേന്ത്യാ നേതാവ് വ്യക്തമാക്കണം. പഹൽഗാം സംഭവം നടന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനെതിരായിട്ട് പ്രതിഷേധം നടന്നത്. ആദ്യം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. അതാ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്. അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിറം മാറുന്നത് പോലെ ഇപ്പൊ വന്ന് ഇവിടെ വന്ന് നിലമ്പൂരി വന്ന് പ്രസംഗിക്കുക. എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിക്ക് ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ചുമതല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നയം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് യോജിക്കും. അതാണ് സാഹചര്യം. എന്തായാലും ഇടതു നേതാക്കൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇടതു നേതാക്കൾ പഹൽഗാം വിഷയം ഒരുപക്ഷെ സമീപകാലത്ത് ദേശീയത ഏറ്റവും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന പഹൽഗാം സംഭവം അടക്കം ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇതിലെ ക്ലബ്ബ് ചെയ്യുന്നു എന്നതാണ്. ഇതിൽ അരുണ, ഇതിന് നേട്ടമുണ്ടാകുമോ ഇടതുപക്ഷത്തിന്? ഈ സ്ട്രാറ്റജി വിജയിക്കാൻ സാധ്യതയുണ്ട്? സത്യത്തെ ഇടതുപക്ഷം പ്രതീക്ഷ തന്നെയാണ്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എപ്പോഴും CPM പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ന്യൂനപക്ഷമായ സംഘടനയാണ്, ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള സംഘടനയാണ്. സമസ്തയും സുന്നി സംഘടനകളും ഒക്കെ, ഈ സമസ്ത പോലുള്ള സംഘടനകളൊക്കെ വരുമ്പോൾ അവർക്കാണ് മുസ്ലിം സമുദായത്തെ കുറച്ചുകൂടി സ്വാധീനം. മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം സമുദായവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലെ ന്യൂനപക്ഷങ്ങൾ, ആ വിഭാഗങ്ങളിൽ മതേതരത്വ ചിന്തയുള്ളവരാണ് കൂടുതൽ. തീവ്ര ചിന്തയുള്ള മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അതാണ് CPMന്റെ ഒരു കണക്കും. ഒരുപക്ഷെ കേരളത്തിൽ യാഥാർത്ഥ്യമാതാകാം. ആ മതേതര വിശ്വാസികൾ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല. അവർ സ്വാഭാവികമായി ആ കൂട്ടുകെട്ടിനെതിരെ, കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യും. അത് CPMന്, M സ്വരാജിന് അനുകൂലമായി, ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതിന്റെ ഒരു ഏതാണ്ട് ഒരു രഹസ്യമായി എടുത്താൽ അന്ന് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനായിരുന്നു. പക്ഷേ വോട്ടിന്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസം വന്നില്ല. വലിയ ഭൂരിപക്ഷം, അല്ലെ അനുവാദ്, ഈ മലപ്പുറം മണ്ഡലത്തിൽ, ജില്ലയിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിലൂടെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയില്ലേ? അല്ല, ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ലീഗാവുന്നു, പിന്നെ സമസ്തയാവുന്നു എന്നതാണ് ലീഗിന്റെ ഒരു വിലയിരുത്തലുള്ളത്. ഈ നമുക്കറിയാം, സമസ്തയിലുള്ളവരിൽ ഭൂരിഭാഗവും ലീഗ് അനുഭാവികളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതില് ഈ ലീഗ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത വളരെ കുറച്ച് മാത്രമാണുള്ളത്. അവരെ ഈ സമസ്തയുടെ മാത്രം ആളുകളെന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ വിഷയത്തിലെ ലീഗിനെ സംബന്ധിച്ച ആത്മവിശ്വാസം, ലീഗ് പറയുന്നത് അവർ അനുസരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം കണക്കൊക്കെ നോക്കുമ്പോൾ അവർക്ക് 10-20,000 വോട്ടൊക്കെ മറിക്കാനുള്ള ശേഷിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് 2,500-3,000 വോട്ടുകളെ ഉള്ളൂ എങ്കിൽ പോലും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകില്ല എന്ന് വിലയിരുത്താനുള്ള കാരണം ഈ തെരഞ്ഞെടുപ്പിൽ, ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് ഏത് ചെറു കക്ഷികളുടെയും പിന്തുണ എല്ലാവരും ആഗ്രഹിക്കും, തേടും. ഇവിടെ ഫലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ടൊരു പിന്തുണ പ്രഖ്യാപിച്ചു, അവരത് പരസ്യമാക്കുകയും ചെയ്തു. ഒരുപക്ഷെ UDF അത് പരസ്യമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അത് പരസ്യമാക്കപ്പെട്ടതോടെ അവർക്കത് UDF നേതൃത്വത്തിന് പരസ്യമായി സ്വീകരിക്കേണ്ടിയും വരുന്നു. ഈ സ്വീകരിക്കൽ പക്ഷേ ഒരു നഷ്ടമാകുമോ? ഇടതുപക്ഷം ഒരു സൈഡിൽ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം, നഷ്ടമാകുമോ എന്ന ചോദ്യം. അതിലേക്ക് വരാം. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അതിൽ പിഴവ് പറ്റിയിട്ടുള്ളത്. ഒന്ന്, VD സതീശന് ഇവർ മതരാഷ്ട്രവാദം ഇപ്പോൾ പുലർത്തുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന അത് ഒഴിവാക്കാമായിരുന്ന പരാമർശമായിരുന്നു. അതിനു പകരം ഞങ്ങൾക്ക് ഇലക്ഷന് ആരും വോട്ട് ചെയ്യും, അത് വേണ്ടാന്ന് പറയുന്നില്ല, നിലപാടെടുത്താൽ മതിയായിരുന്നു. അതൊന്ന്. ഈ രണ്ടാമത് സജിത്ത് പറഞ്ഞ കാര്യത്തിലേക്ക്, ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ കേവലം 2,500-3,000 വോട്ടുകൾ മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് N ബ്ലോക്ക് ആയിട്ട് കിട്ടുന്നതുള്ളൂ. പക്ഷേ മറുവശത്ത്
60,000-ത്തോളം സമസ്ത അല്ലെങ്കിൽ മുസ്ലിം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ തന്നെ ഒരു 10-20,000 വോട്ടുകൾ മറയാനുള്ളൊരു സാധ്യത ഇത് കാരണം ഉണ്ട് എന്നുള്ളത് വിലയിരുത്തൽ. അതാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. വോട്ടിങ്ങിനെ ബാധിക്കില്ല, അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അല്ല, അരുൺ വിശ്വസിക്കുന്നുണ്ടോ ഇടതുമുന്നണിക്ക് ഇത് ഗുണം ചെയ്യുമോ, അതോ UDF നഷ്ടമുണ്ടോ? എന്താണ് UDF നഷ്ടമുണ്ടാവും എന്ന് ഉറപ്പാണ്. പക്ഷെ അത് എത്രത്തോളം നഷ്ടമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വോട്ട് സ്വാഭാവികമായിട്ടും അതിൽ ചോർച്ച ഉണ്ടാകും, പക്ഷെ എത്രത്തോളം എന്നുള്ളത് കണക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.